നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസുകളായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്ട്സ് ഓർ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആവശ്യകതയും അതുപോലെ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഈസ് കണ്ടക്റ്റഡ് ഓൺ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസസ്. താഴെ പറയുന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എൻക്വയറിന്റെ പേരിൽ നടത്തുന്ന അന്വേഷണമാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഏതൊക്കെ സാഹചര്യത്തിലാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ വെൻ ദ പ്രൊപ്പറേറ്റേഴ്സ് സസ്പെക്ട് ഫ്രോഡ്. കമ്പനിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫ്രോഡ് ഉണ്ട് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. രണ്ടാമത്തെ റീസൺ എപ്പോഴാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ പർപ്പസ് എന്താണെന്നുണ്ടെങ്കിൽ വെൻ എ പേഴ്സൺ ഇന്റൻഡഡ് ടു പർച്ചേസ് ദ ബിസിനസ്. നമ്മളെ കമ്പനി മറ്റൊരാൾ വാങ്ങിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അയാൾ നമ്മളെ കമ്പനിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് കമ്പനീന്റെ ഏർണിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതുപോലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നമ്മളെ കമ്പനിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറയും. മൂന്നാമത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് പ്രോസ്പെക്റ്റീവ് പാർട്ട്നേഴ്സ് ടു നോ ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. നമ്മളെ കമ്പനി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എത്രത്തോളം ഏർണിങ്സ് ഉണ്ട് എന്നുള്ളത് പാർട്ട്നേഴ്സിന് ഡൗട്ട് ഉണ്ട്. ചിലപ്പോൾ സൈലന്റ് പാർട്ട്നേഴ്സ് ആയിരിക്കാം, ഇൻവെസ്റ്റ് ചെയ്ത് പോയതായിരിക്കും, ബിസിനസ് വേറെ ആരെങ്കിലും ആയിരിക്കും നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ കേസുകളിലാണെന്നുണ്ടെങ്കിൽ ആ സൈലന്റ് പാർട്ട്ണർക്ക് അറിയണം അദ്ദേഹത്തിന്റെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എത്രത്തോളം ഏർണിങ്സ് ഉണ്ട് എന്നുള്ളത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താം. നാലാമത്തെ റീസൺ എപ്പോഴാണെന്നുണ്ടെങ്കിൽ വെൻ എ പേഴ്സൺ വിഷസ് ടു പർച്ചേസ് ദ ഷെയർ ഓഫ് ദി കമ്പനി. കമ്പനി മൊത്തം വാങ്ങിക്കല്ല, കമ്പനിന്റെ ഷെയർ പർച്ചേസ് ചെയ്യാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അഞ്ചാമത്തെ റീസൺ വെൻ എ പേഴ്സൺ വിഷസ് ടു ലെൻഡ് മണി ടു ബിസിനസ്. നമ്മളെ കമ്പനിക്ക് ആരെങ്കിലും കടമായിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ബാങ്ക് നമ്മളെ ബിസിനസ്സിന് ലോൺ തരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാം, ബാങ്കിന് നമ്മളെ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. Investigation may be conducted on behalf of the income tax authorities for assessing the tax liabilities. ടാക്സ് ലയബിലിറ്റി കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ, ഇൻകേസ് ഓഡിറ്റർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാണ്, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ചെറിയൊരു ഡൗട്ട് തോന്നി, ഇത് എത്രത്തോളം കറക്റ്റ് ആണോ അല്ല എന്നുള്ളത് ചെറിയൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മളെ കമ്പനിയിൽ നടത്താവുന്നതാണ്. When a joint stock company is not being properly managed, statutory investigation may be conducted under Section 235 and Section 237 of the Companies Act on behalf of the central government. നമ്മളൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്, ഇവിടെ ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ള ഒരു പബ്ലിക് പരാതിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഈ പറഞ്ഞിട്ടുള്ള കമ്പനി ആക്ടിൽ 2 സെക്ഷൻ പ്രകാരം, സെക്ഷൻ 235ഉം സെക്ഷൻ 237 പ്രകാരവും കമ്പനിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താവുന്നതാണ്. എട്ടാമത്തെ പർപ്പസ് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ മേ ബി കണ്ടക്ടഡ് ടു know in the cause of abnormal fluctuation of profit in the courses of organization. നമ്മളെ കമ്പനിയിൽ പെട്ടെന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുവരെ ഇല്ലാത്ത പെട്ടെന്ന് ഒരു പ്രോഫിറ്റ് വർദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സാധാരണ നോർമലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി പെട്ടെന്ന് ഒരാളെ അപ്പോയിന്റ് ചെയ്തു, അതോട് കൂടിയിട്ട് നമ്മളെ കമ്പനി പെട്ടെന്ന് ലോസിക്ക് ഇങ്ങനെ പോവാ, അറിയാണ്ട് പോവാ. അപ്പോൾ ആ സമയത്ത് അതിന്റെ റീസൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ കമ്പനിയിൽ ഒരാളുണ്ടായിരുന്നു, അയാൾ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോയി, അതിന്റെ ശേഷം നമ്മളെ കമ്പനിയിൽ പെട്ടെന്ന് പ്രോഫിറ്റ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും റീസൺ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിന് എന്തുകൊണ്ടാണ് ഈ ഫ്ലക്ച്വേഷൻ വരുന്നത്, പെട്ടെന്നുള്ള കൂടുതലും കുറയലൊക്കെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്, കമ്പനിന്റെ പ്രോഫിറ്റിന് ഈ മാറ്റങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പർപ്പസ് പറഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു, സബ്മിഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം അത് സബ്മിറ്റ് ചെയ്യണം. ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് വർക്ക് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ the investigator has to prepare and submit his investigation report to the client. ആരാണോ അയാൾ അപ്പോയിന്റ് ചെയ്തത് അയാൾക്ക് ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. This report is very important because on the basis of this report the client has to decide whether to buy the business or not. ഈ ഒരു ബിസിനസിന്റെ ഈ ഒരു റിപ്പോർട്ടിന്റെ ബേസിലായിരിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പർപ്പസ് പറഞ്ഞത്, ഒരു പുതിയൊരു ഔട്ട്സൈഡർ
നമ്മളെ കമ്പനി വാങ്ങിക്കാൻ പോകണം, ബിസിനസ് വാങ്ങിക്കാൻ പോകണം, അല്ലെങ്കിൽ നമ്മളെ കമ്പനിയിൽ പുതിയതായിട്ട് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം. ആ സമയത്ത് അയാൾ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്ത് ആ ഒരു പർപ്പസ്. അപ്പോൾ അദ്ദേഹം ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി 3 ആൾക്കാരെ ബേസിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്, പറയുന്നുണ്ട്. അതാരൊക്കെ നോക്കാം. ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ആൻ ഇന്റൻഡിങ് പർച്ചേസ്. നമ്മളെ കമ്പനി വാങ്ങാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. ഇഫ് എ പേഴ്സൺ intended to purchase a running business want to know the earning capacity of the business, he want further details of the business and the financial status, future prospects of the net asset value of the business. In order to obtain such details, he may appoint an investigator to conduct the investigation of the existing business. നമ്മളെ കമ്പനിയിൽ ഒരു നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസ്സിൽ കമ്പനി പറഞ്ഞ അസറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് പറയും. പക്ഷെ അയാൾ അത് വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കണത് ഇത് കമ്പനിയിലെ ആക്ച്വൽ പ്രോഫിറ്റ് എത്രയുണ്ട്, ആക്ച്വൽ ഏർണിംഗ് കപ്പാസിറ്റി എത്രയുണ്ട്, അതല്ലെങ്കിൽ കമ്പനി പറഞ്ഞിട്ടുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇന്റൻഡിങ് പർച്ചേസ്. ഒരു നമ്മളെ കമ്പനി വാങ്ങാൻ പോകുന്ന ഒരാള് രീതിയിൽ അയാൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരാൾ എന്ന രീതിയിൽ നമ്മളെ കമ്പനിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താവുന്നതാണ്. ഇനി രണ്ടാമത് നടത്തുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻകമിങ് പാർട്ട്ണർ. നമ്മളെ കമ്പനിയിൽ ബിസിനസ്സായിട്ട് വാങ്ങിയല്ല, അയാൾ ഒരു പാർട്ട്ണർ ആവാൻ വേണ്ടി നിൽക്കുകയാണ്. വെൻ ആൻ ഇൻവെസ്റ്റിഗേഷൻ ഈസ് proposed to conduct on behalf of an incoming partner, the investigator should pay the special attention to the following aspects. ഇനി ഒരു പുതിയൊരു പാർട്ട്ണർ നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേറ്റർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ട്രൂ സ്റ്റേറ്റ് ഓഫ് ദി അഫെയർ ഓഫ് ദി ബിസിനസ്. കമ്പനിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണെന്ന് അത് വ്യക്തമായിട്ട് അയാൾ പറഞ്ഞിരിക്കണം. നെക്സ്റ്റ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് പ്രോസ്പെക്ട്സ് ആൻഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. കമ്പനി ഇങ്ങനെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ എങ്ങനെയായിരിക്കും. ഓക്കെ. തേർഡ് അയാൾ ഫോക്കസ് ചെയ്യുന്നത് പേയ്മെന്റ് ഓഫ് ഗുഡ് വിൽ. എത്രത്തോളം കമ്പനിക്ക് ഗുഡ് വിൽ ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോവില്ല, നല്ല രീതിയിൽ കമ്പനി നല്ല പേരുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങളൊക്കെ അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. He should inquire in the bona fide reason why a new partners is being taken or existing partners. നമ്മളെ കമ്പനിയിൽ അയാൾ നന്നായിട്ട് ചെക്ക് ചെയ്യണം, എന്തിനാണ് ഒരു പുതിയൊരു പാർട്ട്ണർ ഈ കമ്പനിയിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിലവിലുള്ള ആൾക്കാർക്ക് തന്നെ പോയാൽ പോരെ, എന്തുകൊണ്ടാണ് ഒരു പുതിയ പാർട്ട്ണറെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ഷണിക്കുന്നത് എന്നുള്ള കാര്യം അയാൾ അന്വേഷിച്ചിരിക്കണം. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദി ബിസിനസിന്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. നെക്സ്റ്റ് അയാൾ ഫോക്കസ് ചെയ്യേണ്ടത്, അയാൾ അറ്റൻഷൻ കൊടുക്കേണ്ടത് കമ്പനിക്ക് എത്രത്തോളം, ബിസിനസ്സിന് എത്രത്തോളം ഏർണിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. He should inquire the probable profit of the business and the share of a new partner. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണർ ഉണ്ടാവുമ്പോൾ അയാൾ എത്രത്തോളം ഷെയർ ആണ് അയാൾ എടുക്കേണ്ടത് എന്നുള്ള വിവരങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റർ ചെക്ക് ചെയ്യണം. He should find out the incoming partners, his client, അദ്ദേഹത്തിനെ പറ്റി മനസ്സിലാക്കണം. Would contribute money towards the capital of the business. If so, it will be used to expansion of the business or paying of the immediate liabilities. പുതിയൊരു പാർട്ട്ണറെ നമ്മളെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഇൻവെസ്റ്റിഗേറ്റർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ക്ലയന്റ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു കമ്പനീൻ്റെ ഷെയർ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണർ ആവാൻ പോവാണ്. ആ സമയത്ത് എനിക്ക് ആ കമ്പനീൻ്റെ എത്രത്തോളം കറക്റ്റ് ആയിട്ടുള്ള വർക്കാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സും അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇൻവെസ്റ്റിഗേറ്ററെ കമ്പനിയിലേക്ക് അയക്കും. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റർ എൻ്റെ ആരാണ്, അതായത് ഇൻവെസ്റ്റിഗേറ്ററെ ക്ലയൻ്റ് ആണ് ഞാൻ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവർ അന്വേഷിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം എന്താ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, എത്രത്തോളം പൈസയാണ് ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും, ആ എമൗണ്ട് എന്താണ് ആ കമ്പനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ, പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളും എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യാനാണോ, അതല്ലെങ്കിൽ ബിസിനസ്സിന് കറൻ്റ്ലി കുറച്ച് ലയബിലിറ്റീസ് ഉണ്ട്, അപ്പോൾ ആ ലയബിലിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ബാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ ഫോക്കസ് ചെയ്യുന്നത്, ഹി ഷുഡ് കമ്പയർ ദ ക്യാപിറ്റൽ of the different partners and their
പ്രൊപ്പോർഷൻ ഓഫ് ദ ഷെയർ ഓഫ് ദി ബിസിനസ്. അതിന് ശേഷം വേറെ ഈ കമ്പനിയിൽ എത്ര പാർട്ട്നേഴ്സ് ഉണ്ട് എന്നുള്ളതും അതിൽ ആരൊക്കെ എത്ര ഷെയറാണ് ഇറക്കിയിട്ടുള്ളതും അവരെ ഷെയറും അവരെ ഒരു പൊസിഷൻ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ അയാൾ മനസ്സിലാക്കിയിരിക്കണം. ഫൈനലി ഹി ഷുഡ് കെയർഫുള്ളി എക്സാമിൻ ദ പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ക്ലോസസ് കണക്റ്റഡ് വിത്ത് ദ എൻട്രി ഓഫ് ന്യൂ പാർട്ട്ണർ. അതിനൊക്കെ ശേഷം ഇതൊക്കെ കറക്റ്റാണ്, കുഴപ്പമില്ല, നല്ല രീതിയിൽ നടക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെക്ക് ചെയ്യേണ്ടത് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കാർ പാർട്ട്നേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു പുതിയൊരു പാർട്ണർഷിപ്പ് ബിസിനസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യും. ആ എഗ്രിമെന്റിന് പറഞ്ഞ പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഒരു പാർട്ട്ണർ അതിൽ എൻട്രി ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അദ്ദേഹം വെരിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അതാണ് രണ്ടാമത്തെ റീസൺ. രണ്ട് രീതിയാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ ഒരു പുതിയതായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളെ പേരിൽ വേണമെങ്കിൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താം. രണ്ടാമത് എൻറ്ററിങ് എ ന്യൂ പാർട്ട്ണർ, ഒരു പുതിയൊരു പാർട്ട്ണർ ഒരു ബിസിനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഇനി മൂന്നാമത്തെ കേസാണ് പറയാൻ പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് മാനേജ്മെന്റ് വേർ ഫ്രോഡ് സസ്പെക്റ്റഡ്. നമ്മളെ കമ്പനിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫ്രോഡ് സസ്പെക്റ്റ് ആയി കഴിഞ്ഞാൽ, ഒരു സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി പറയും. അത് നടത്തല് പ്രൊപ്പറേറ്റേഴ്സ് ആണ്, കമ്പനീന്റെ ഓണേഴ്സ് ആണ് നടത്തുക. When a fraud is suspected in the business, an investigator is appointed by the management to investigate it. മാനേജ്മെന്റ് എന്ത് ചെയ്യും, ഒരു ഇൻവെസ്റ്റിഗേറ്റർ അപ്പോയിന്റ് ചെയ്യും അതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. The target of investigation will mainly depend upon the nature of fraud and the system of accounts and the internal checking operation of in the business. മെയിനായിട്ട് ഫ്രോഡ് എവിടെയാണുള്ളത് എന്നുള്ളതും എങ്ങനെയാണ് ഫ്രോഡ് നമ്മളെ കമ്പനിയിൽ സംഭവിച്ചത് എന്നുള്ളതും നമ്മളെ അക്കൗണ്ടിങ് സിസ്റ്റത്തെ പറ്റിയിട്ടും ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ നമ്മളെ കമ്പനിയുടെ ഓപ്പറേഷൻ ബിസിനസ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കാണ് വെരിഫൈ ചെയ്യാം. The investigation should examine the duties and the person suspected in the fraud and the books of account deal with him. ഇനി അതല്ല, ആരെങ്കിലും ഒരാളെ കമ്പനി ഡൗട്ടായിട്ട് പറഞ്ഞു ഇയാളാണ് ചെയ്തതെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യും, അദ്ദേഹത്തെ പറ്റിയിട്ട് എൻക്വയറി ചെയ്യും. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അദ്ദേഹം എന്തൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നതെല്ലാം. All the frauds are facilitated by inefficiency or weakness of internal check system. ഒരു ഫ്രോഡ് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ, ഒരാൾ നമ്മളെ പറ്റിക്കപ്പെടുക എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പറഞ്ഞ ഡയലോഗാണ് എന്ത്, നമ്മളെ മിസ്റ്റേക്ക് കൊണ്ടാണ് അയാൾ നമ്മളെ പറ്റിക്കപ്പെടുന്നത്. അയാൾക്ക് കഴിവുണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് ആ തെറ്റ് പറ്റിയത് നമുക്ക് അറിയാതിരിക്കുന്ന സമയത്താണ് നമ്മൾ വിചാരിക്കാതെ ഒരാൾ നമ്മളെ പറ്റിക്കാൻ പറ്റൂല എന്ന് പറയില്ലേ. അപ്പൊ അതുപോലെയാണ് നമ്മളെ കമ്പനിന്റെ ഇന്റേണൽ ചെക്ക് സിസ്റ്റം വീക്ക് ആകുന്ന സമയത്ത് നമ്മളെ കമ്പനിനെ പറ്റിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അയാൾ വരുന്നത്. The investigator should make scrutiny of the system of internal check and operation of business. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യണം, സത്യമായിട്ടും നിർബന്ധമായിട്ടും വളരെ ഡെപ്ത് ആയിട്ട് നമ്മൾ ഇന്റേണൽ ചെക്ക് സിസ്റ്റം കമ്പനീന്റെ ബിസിനസ് ഓപ്പറേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി 3 രീതിയിലുള്ള ഫ്രോഡാണുള്ളത്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫ്രോഡ് എന്ന് പറഞ്ഞാലും എറർ എന്ന് പറഞ്ഞാലും ഡിഫറെന്റ് ഉണ്ട്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇന്റൻഷനലി ചെയ്യുന്നതാണ്, മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഫ്രോഡ്. എന്ന എറേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈ മിസ്റ്റേക്കിൽ ഹാപ്പനിങ് ആണ്. 3 രീതിയിലുള്ള ഫ്രോഡാണ് നമ്മൾ ഓൾറെഡി ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റിംഗ് പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഈ 3 രീതിയിലാണ് ഫ്രോഡ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്ട്സും അതേപോലെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന 3 റീസൺസും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.